അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയൊരു ഫോൾഡബിൾ ഫോണും കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് വ്യൂ ഹീറോ 10. ഈ ഒരു ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഇവർ റഗഡ് ഫോൺസും അതുപോലെ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെയാണ് ലോഞ്ച് ചെയ്യാറ്. എന്തായാലും ഇവരിപ്പോൾ പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇവർ മാത്രമല്ല, ഇപ്പോൾ അടുത്ത് എനർജൈസർ എന്നുള്ള കമ്പനിയും അവരുടെ ഒരു ഫോൾഡബിൾ ഫോണൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാക്ക് വ്യൂ ഹീറോ 10 എന്ന ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ ഹീറോ 10 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്. 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2920x1188 ആണ്. OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു ക്ലാം ഷെൽ ഫോൾഡബിൾ ഫോണാണ്. പിന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് സർക്കുലർ ഡിസൈനിൽ വരുന്ന ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ ആണ്. ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തിരക്കില്ലാത്ത ഫീച്ചേഴ്സാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ബാറ്ററി 2630 mAh വരുന്നുള്ളൂ. പൊതുവേ ബ്ലാക്ക് വ്യൂ ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പം അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഫോണിലോട്ട് വരുമ്പം ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്ന് പറയേണ്ടി വരും. അപ്പം ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു ഫോൾഡബിൾ ഫോൺസിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മിനിമം ഒരു 5G സപ്പോർട്ടെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 5G പ്രോസസ്സറൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുള്ളൂ. അപ്പം അത് വലിയൊരു ഡീൽ ബ്രേക്കർ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ടില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 399 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 35,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ ബാറ്ററിയും പ്രോസസ്സറും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ വിലയും അതിനനുസരിച്ചിട്ടേ ഉള്ളൂ. അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോണാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു 4G പ്രോസസ്സർ മാറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറെങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും ബ്ലാക്ക് വ്യൂ ഹീറോ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. ബ്ലാക്ക് വ്യൂ ഇന്ത്യയിലായിട്ട് ഇങ്ങനെ അധികം ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവരുടെ ഫോൺസ് പല ഗ്ലോബൽ ഷോപ്പിംഗ് സൈറ്റുകളിലും ഉണ്ടാവാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ്. എന്തായാലും ബ്ലാക്ക് വ്യൂയുടെ ഹീറോ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.